ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് മന്നം പൂയത്തിന് പോവാണ്. ഇന്നെല്ലാവർക്കും അറിയാമല്ലോ പൂയാണെന്ന്. നമ്മുടെ കലണ്ടറിലൊക്കെ കണ്ടിട്ടില്ലേ, മന്നം പൂയെന്നാണ് എഴുതിയത്. അപ്പം ആ മന്നത്തേക്കാണ് നമ്മൾ പോണത്. ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി പോണ വഴിക്ക് നോക്കിയപ്പോൾ ദേടാ ഒടുക്കത്തെ ബ്ലോക്ക്. നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇതോ കാവടികൾ കാവടികൾ നടന്നാ പോണേ കേട്ടോ. ആടിയിട്ടൊന്നല്ല പോണ്ടായിരുന്നു, നടന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ കാവടികളുടെ മുന്നിൽ അടുത്ത കാവടി, അതിൻ്റെ മുമ്പിൽ മറ്റേ കലാരൂപങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ടല്ലോ അപ്പാ ഡിജെയുടെ വണ്ടി കണ്ട്. എൻ്റെ പൊന്നോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നിങ്ങളെന്നെ ഒന്ന് കണ്ടു നോക്കി. പോലീസ് ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഇതൊക്കെ കണ്ട്. എൻ്റെ പൊന്നോ, പാട്ടിനൊപ്പം തന്നെ ഈ കാവടി ആടേണ്ടിയോ പോലീസ് ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നിങ്ങളെന്നെ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ തന്നെ പറ, ഇത്രയും പാട്ടും കേട്ടിട്ട് ഞാനിങ്ങനെ അനങ്ങാതിരുന്നത് ശരിയാവോ? ഇപ്പം കാണുന്ന ഞാനല്ല, ഇപ്പം കാണുന്ന ഞാൻ വേലായുധൻ സിനിമയിലെ നമ്മുടെ വിജയാണ്. വിജയനെ കണ്ടിട്ടില്ലേ? പാട്ട് കേൾക്കുമ്പോൾ ഡിസ്റ്റ് അടിക്കാൻ പറ്റാണ്ട് പിടിച്ച് കെട്ടി നിൽക്കണ പോലെ അതുപോലെയായിരുന്നു കുറച്ച് നേരത്തേക്ക് ഞാൻ. പിന്നെ ഞാനല്ലാതായി. ഞാൻ ഡിസ്റ്റ് അടിച്ച് അമ്പലം വരെ ഡിസ്റ്റ് അടിച്ച് പോയി. അങ്ങനെ പൊളിച്ചടക്കി മോനെ. അമ്പലത്തിലെത്തിയപ്പോൾ നോക്ക്, ഇതോ ആ കാണുന്നതിന് എവിടെയോ ഒരു പരിചയം. ആ, നമ്മുടെ കുഞ്ഞാപ്പിയല്ലേ അത്. അവൻ ദേ ഇവിടെ പെൺപിള്ളേരൊക്കെ പിടിച്ച് നിർത്തിയിട്ട് അങ്ങോട്ട് ഷൈൻ ചെയ്യല്ലേ. ആ, പറയാൻ മറന്നുപോയി. ആ ഇട്ടേണ ഡ്രസ്സ് പുതിയ ഡ്രസ്സാണ് കേട്ടോ, കൊച്ചിൻ്റെ മാക്സിന്ന് വാങ്ങിച്ചതാണേ. നല്ല രസമുണ്ട് അതിട്ടിട്ട്. അപ്പം അവൻ അതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഷൈൻ ചെയ്തിട്ട് ഡിസ്റ്റടിച്ച് പൊളിക്കല്ലേ. പിന്നെ എന്താ പറയുക, എന്തോന്നല്ലേ പൊളിക്കാതിരിക്കുക. അപ്പം അവനവിടെ കിടന്ന് അങ്ങോട്ട് ഷൈൻ ചെയ്ത് പൊളിച്ച് അങ്ങനെ ഞങ്ങൾ പോയി അങ്ങോട്ട് അടിപൊളിയാക്കി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂയത്തിന് പോയിട്ട് നമ്മുടെ ഭഗവാനെ പുറത്ത് നിന്ന് തൊഴുതുള്ളൂ കേട്ടോ. കാരണം അമ്പലത്തിനകത്ത് കയറാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഒരു സേഫ്റ്റിക്ക് ഞാൻ മാസ്കും വെച്ചായിരുന്നു, കാരണം പൊടിയുടെ മഴയായിരുന്നു അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.